കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ പിന്നെ 8ാമത്തെ സർഗം എന്താണ്, ആരണ്യകാണ്ഡം 8ാം സർഗം 31ാമത്തെ ശ്ലോകം നമ്മൾ ചെയ്തു. അതായത് ജടായുവിനെ കണ്ടിട്ടേ പറഞ്ഞു, എൻ്റെ സുന്ദരിയായിട്ടുള്ള എൻ്റെ പത്നിയെ ആരാ കൊണ്ടുപോയത്, നീ വിസ്തരിച്ച് പറയൂ, എൻ്റെ കാര്യത്തിന് വേണ്ടിയല്ലേ ഇപ്പോൾ നിനക്ക് ഇങ്ങനെ മരിക്കാറായി കിടക്കുകയാണല്ലോ, നീ ഗ്രഹിക്കപ്പെടാൻ പെട്ടത്, അതുകൊണ്ട് നീ എൻ്റെ പ്രിയ ബന്ധുവാണ്, സംശയമില്ല എന്ന് പറഞ്ഞ് ജടായുവിനോട് എന്താ ഉണ്ടായതെന്ന് ചോദിക്കണത് ആണ് നിർത്തിയത് നമ്മളാട്ടോ. ഇനി 34 ശ്ലോകം ഒന്നിച്ചാണ്. അപ്പം ഞാൻ ചെല്ലാം. ജടായു സന്നയാ വാച വക്ത്രാദ്രക്തം സമുദ്വമൻ ഉവാച രാവണോ രാമ രാക്ഷസോ ഭീമവിക്രമ ആദായ മൈഥിലീം സീതാം ദക്ഷിണാഭിമുഖോ യയൗ ഇതോ വക്തും നമേ ശക്തി പ്രാണാം സ്ത്യക്ഷ്യാമി തേ അഗ്രതഃ. ഭഗവാന്റെ മുമ്പിൽ പ്രാണൻ ത്യജിക്കുകയാണത്. ദിഷ്ട്യാ ദൃഷ്ടോസി രാമ ത്വം മ്രിയമാണേന മേനഖ പരമാത്മാസി വിഷ്ണുസ്ത്വം മായാമാനുജരൂപധൃക് അന്തകാലേപി ദൃഷ്ട്വാ ത്വാം മുക്തോഹം രഘുസത്തമാ ഹസ്താഭ്യം സ്പൃശമാം രാമ പുനര്യാസ്യാമി തേ പദം. എന്തൊരു നമുക്ക് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഭാഗമാണ്. വക്ത്രാക് രക്തം സമുദ്വമൻ ജടായു, മുഖത്തിൽ നിന്ന് രക്തം ഛർദ്ദിക്കുന്ന ജടായു പാവം. സന്നായ വാച ഉവാച, വളരെ ചെറിയ ശബ്ദം പുറപ്പെടുന്നില്ല, ചെറിയ ശബ്ദത്തോടി മരിക്കാറായിരുന്നു. അപ്പോൾ നേർത്ത ശബ്ദത്തോടു കൂടിയിട്ട് പറഞ്ഞു, രാമ ഭീമവിക്രമ രാവണ രാക്ഷസ, ഹേ രാമ വീരപരാക്രമിയായിട്ടുള്ള രാവണ രാക്ഷസൻ മൈഥിലിം സീതാം ആദായ, മിഥിലാപുത്രിയായിട്ടുള്ള സീതയെ എടുത്ത് ദക്ഷിണാഭിമുഖ തെക്കോട്ട് പോയി, യയൗ മീൻസ് പോയി, ഇതഹ വക്തും മേ ന ശക്തിതി, ഇനിയൊന്നും പറയാൻ എനിക്ക് ശക്തിയില്ല. അതാണ് ഇതഹ വക്തും മേ ന ശക്തി, ഇനിയൊന്നും പറയാനുള്ള ശക്തി എനിക്കില്ല. തേ അഗ്രതഃ പ്രാണാൻ ത്യക്ഷ്യാമി, അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രാണനെ ത്യജിക്കുന്നു. അനഘ രാമ മ്രിയമാണേന മേ ദിഷ്ട്യ ദൃഷ്ടഃ അസി, പരിശുദ്ധനായിട്ടുള്ള അനഘൻ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവനായിട്ടുള്ള രാമ, മരിക്കാറായിരിക്കുന്ന എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങ് മുമ്പിൽ ഇപ്പോൾ എനിക്ക് ദർശനം തന്നത്. പരമാത്മാ വിഷ്ണു ത്വം മായാമനുജ രൂപധൃക് അസി, പരമാത്മാവ് തന്നെയാണ് അങ്ങ്, വിഷ്ണു തന്നെയാണ്, പക്ഷെ മായാമാനുഷനായിട്ട് ഒരു ആവശ്യത്തിനായിട്ട് അവതരിച്ചിരിക്കല്ലേ. അന്ധകാലേ അഭി ത്വാം ദൃഷ്ട്വ, ഈ അവസാന കാലത്തിൽ അങ്ങയെ ഞാൻ കണ്ടിട്ട് രഘൂത്തമ അഹം മുക്തഃ, ഹേ രഘൂത്തമ ഞാൻ മുക്തനായി. നമഃ രാമ ഹസ്താഭ്യാം മാം പുനഃസ്പൃശ, ഹേ രാമ 2 കൈകൾ കൊണ്ടും എന്നെ വീണ്ടും സ്പർശിച്ചാലും തേ പദം യാസ്യാമി, ഞാൻ അങ്ങയുടെ പദത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഇനി സംശയമില്ല, കാരണം ഭഗവാനെ കണ്ടുകൊണ്ടാണ് അവസാനം ഉണ്ടായത്, അന്ത്യകാലേ. അപ്പം പിന്നെ ഇനിയൊരു ജന്മം ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ, അത് ജടായുവിന് ഉറപ്പുണ്ട്. എന്താ പറഞ്ഞു വെച്ചാൽ മുഖത്തുനിന്ന് ഇങ്ങനെ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പതുക്കെ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു, മഹാപരാക്രമിയായിട്ടുള്ള രാവണൻ അങ്ങയുടെ പ്രിയ പത്നിയെ എടുത്തും കൊണ്ട് തെക്കോട്ട് പോയി. ഇനി ഒന്നും പറയാൻ ഞാൻ അശക്തനാണ്. അങ്ങയുടെ മുമ്പിൽ ഞാൻ പ്രാണങ്ങളെ ഞാൻ ത്യജിക്കണു. എന്ത് ഭാഗ്യമല്ലേ. പരിശുദ്ധ സ്വരൂപനായിട്ടുള്ള അനഘനായിട്ടുള്ള രാമ,
ഇപ്പോൾ മരണം അടുത്ത് എനിക്ക് അങ്ങയുടെ ദർശനം സാധിച്ചത് മഹാഭാഗ്യം. എനിക്ക് നിന്തിരുവടിയെ കാണാൻ വന്നത് പരമഭാഗ്യമാണ്. പരമാത്മാവും വിഷ്ണു തന്നെയുമായ നിന്തിരുവടി എന്താ ഈ മാനുഷരൂപം ധരിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് മഹാവിഷ്ണു തന്നെയാണ്. അവസാന കാലത്തിലെങ്കിലും എനിക്ക് നിന്തിരുവടിയെ ഇങ്ങനെ ഇതുപോലെ കാണാൻ സാധിച്ചുല്ലോ. ഹേ രഘുപതേ, എനിക്ക് ഇനി ഈ സംസാരമാകുന്ന ചക്രത്തിൽ ചുറ്റിത്തിരിയേണ്ട ആവശ്യമില്ല. ഞാൻ മുക്തനായി. ഹേ രാമ, അങ്ങയുടെ 2 കൈകൊണ്ടും ഒരിക്കൽ കൂടി എന്നെ ഒന്ന് സ്പർശിക്കൂ, എന്നിട്ട് അനുഗ്രഹിക്കൂ. അങ്ങയുടെ സ്ഥാനമായിട്ടുള്ള വൈകുണ്ഠ ലോകത്തിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ എന്ന് പറയാണ്. ആര്? ജടായുവേ. ജടായു സന്നയാ വാച വക്ത്രാദ്രക്തം സമുദ്വമൻ ഉവാച രാവണോ രാമ രാക്ഷസോ ഭീമവിക്രമഃ ആദായ മൈഥിലീം സീതാം ദക്ഷിണാഭിമുഖോ യയൗ ഇതോ വക്തും ന മേ ശക്തി പ്രാണാംസ്ത്യക്ഷ്യാമി തേ അഗ്രതഃ ദിഷ്ട്യാ ദൃഷ്ടോസി രാമ ത്വം മ്രിയമാണേന മേനഖ പരമാത്മാസി വിഷ്ണുസ്ത്വം മായാ മാനുജ രൂപധൃക് അന്തകാലേപി ദൃഷ്ട്വാ ത്വാം മുക്തോഹം രഘുസത്തമാ ഹസ്താഭ്യാം സ്പൃശ മാം രാമ. എൻ്റെ കൈ പിടിക്കുന്ന പുനര്യാസ്യാമി തേ പദം. ഇനി 36 വായിക്കാട്ടോ. തഥേതി രാമ പസ്പർശാ തദംഗം ഭണിനാ സ്മയൻ തഥ പ്രാണാൻ പരിത്യജ്യ ജടായുപതിതോ ഭുവി. അപ്പം ശ്രീരാമൻ പറഞ്ഞ പോലെ തഥാ ഇതി രാമ സ്മയൻ, അപ്രമാരം എന്ന് പറഞ്ഞ് രാമൻ മന്ദഹസിച്ചുകൊണ്ട്, സ്മയൻ പുഞ്ചിരിച്ചുകൊണ്ട്, തദംഗം പാണിന പസ്പർശ ജടായുവിൻ്റെ ശരീരത്തിനെ തൻ്റെ കൈകൾ കൊണ്ട് സ്പർശിച്ചിട്ട് തതഹ ജടായു, അതിനുശേഷം ജടായു പ്രാണാൻ പരിത്യജ്യ, പ്രാണൻ ത്യജിച്ചിട്ട് ഭുവി പതിത, ആ ഭൂമി, ജടായുവിൻ്റെ ഭൂമി അവിടെ പതിച്ചു. അതായത് ശ്രീരാമൻ ശരി അങ്ങനെ ആവട്ടെ, ഞാൻ തൊടാം, ഞാൻ സ്പർശിച്ച് അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ് രാമൻ അനുഗ്രഹം നൽകാനായിട്ട് തൻ്റെ കൈകൊണ്ട് വളരെ പുഞ്ചിരിച്ച മുഖത്തോടു കൂടി ജടായുവിൻ്റെ ശരീരം തലോടി. ഉടനെ ജടായു പ്രാണനെ ത്യജിച്ച് ഭൂമിയിൽ വീണു. മീൻസ് ഈ മറ്റേ സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് ഭഗവാനെ ലയിച്ചു. 37 രാമസ്തമനു ശോചിത്വാ ബന്ധുവത്സാശ്രുലോചന ലക്ഷ്മണേന സമാനായ കാഷ്ഠാനി പ്രദദാഹതം. രാമ ബന്ധുവത്സാശ്രുലോചന, രാമൻ ഒരു ബന്ധുവിനെ പോലെ കണ്ണുനീര് നിറഞ്ഞ കണ്ണുകളോടുകൂടി അനുശോചിത്വ ദുഃഖിച്ചിട്ട് ലക്ഷ്മണേന കാഷ്ഠാനി സമാനായ, ലക്ഷ്മണനെ കൊണ്ട് വിറക് കൊണ്ടുവരിച്ചിട്ട് തം പ്രദദാഹ, അതായത് സംസ്കാരം ചെയ്തു. അപ്പോൾ ശ്രീരാമൻ മനുഷ്യനായിട്ട് അവതരിച്ചതാണല്ലോ കാണിക്കണേ. അപ്പോൾ ദുഃഖമൊക്കെ കാണിച്ചു. എന്നിട്ട് ലക്ഷ്മണനോട് വിറക് കൊണ്ടുവരാൻ പറഞ്ഞ് പിന്നെ ദേഹം ദഹിപ്പിച്ചു, അതായത് സംസ്കാര കർമ്മമൊക്കെ ചെയ്തു. പിന്നെയോ ഇനി നമുക്ക് 37 വായിച്ചിട്ട് 3 ശ്ലോകം ഒന്നിച്ചാണ്. രാമസ്തമനുശോചിത്വാ ബന്ധുവത്സാശ്രുലോചന ലക്ഷ്മണേന സമാനായ കാഷ്ഠാനി പ്രദദാഹതം സ്നാത്വാ ദുഃഖേന രാമോപി ലക്ഷ്മണേന സമന്വിതം ഹത്വാ വനേ മൃഗം തത്ര മാംസഖണ്ഡൻ സമന്തത ശാദ്വലേ പ്രാക്ഷിപദ്രാമ പൃഥക് പൃഥഗനേ കഥാ ഭക്ഷന്തു പക്ഷിണഃ സർവേ തൃപ്തോ ഭവതു പക്ഷിരാട്ട് ഇത്യുക്ത്വാ രാഘവ പ്രാഹ ജടായോ ഗച്ഛ മത്പദം മത്സാരൂപ്യം ഭജസ്വാദ്യ സർവലോകസ്യ പശ്യത. രാമ അപി ലക്ഷ്മണേന സമന്വിത, രാമൻ ലക്ഷ്മണനോട് കൂടിയിട്ട് ദുഃഖേന സ്നാത്വ, ദുഃഖത്തോടു കൂടി കുളിച്ചിട്ട്, അച്ഛൻ്റെ മിത്രമായിരുന്നല്ലോ. ഇപ്പം സീതയെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, ദശരഥൻ്റെ വളരെ വലിയ മിത്രമാണ്. തത്ര വനേ മൃഗം ഹത്വ, ആ വനത്തിൽ മൃഗത്തെ കൊന്നിട്ട് ശാദ്വലേ, രാമൻ പച്ചപ്പുല്ലിന്മേൽ മാംസഖണ്ഡാൻ, ഈ പിന്നെ ഒരു അവർക്ക് അന്ന് തിന്നാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ
കാട്ടുമൃഗത്തിനെ കൊന്ന് ആ പച്ച പുല്ലുമ്പിൽ ഈ മാംസം ഉണക്കാനിട്ടു. അതാണ് പൃഥക് പൃഥക് വെവ്വേറെ സമന്തതം അനേകത 4 ഭാഗത്തും ആയിട്ട് പ്രക്ഷേപിച്ചു. പക്ഷിണഃ സർവേ ഭക്ഷന്തു, പക്ഷികളെല്ലാം ഭക്ഷിക്കട്ടെ. പക്ഷിരാജ് തൃപ്തഃ ഭവതു, പക്ഷിരാജൻ തൃപ്തനായി ഭവിക്കട്ടെ. ഇതി ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് ജടായോഹോ സർവലോകസ്യ പശ്യത, ഹേ ജടായോ എല്ലാ ലോകവും കണ്ടിരിക്കെ തന്നെ മത്പദം ഗച്ഛ എൻ്റെ സ്ഥാനത്തേക്ക്, അതായത് മുക്തി ലഭിച്ചാലും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതി രാഘവ പ്രാഹ എന്ന് പറഞ്ഞ് രാമൻ ആദ്യ മത്സാരൂപ്യം ഭജസ്വ, ഇപ്പോൾ എൻ്റെ സ്വരൂപത്തെ ഭജിച്ചാലും എന്ന് പറഞ്ഞു. എന്താ അറിയോ, രാമനും ഇത് എന്താ വെച്ചാൽ ശരിക്കൊരു അന്ത്യകർമ്മം ചെയ്യലാണ്, ഒരു പിണ്ടമൊക്കെ ചെയ്യണ പോലെയാണ് ശ്രീരാമൻ ചെയ്തത് കേട്ടോ. രാമനും ലക്ഷ്മണനോട് കൂടിയിട്ട് ശ്രീരാമൻ വളരെ ദുഃഖത്തോടു കൂടി കുളിച്ചിട്ട് ഒരു മൃഗത്തിനെ വധിച്ചിട്ട് അതിൻ്റെ മാംസഖണ്ഡങ്ങളെയൊക്കെ 4 ഭാഗത്ത് ആ പച്ചപ്പുല്ലിൽ വെതറി. എന്തിനാച്ചുണ്ടോ, ഇപ്പോൾ ചോറൊന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഈ പിണ്ടത്തിന് ചെയ്യണ പോലെ പിണ്ടമായിട്ട് ഈ ഒരു ജീവിയെ കൊന്ന് അതിൻ്റെ മാംസം അവിടെ മുഴുവൻ വെതറി. അപ്പോൾ പക്ഷികളൊക്കെ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പക്ഷികളുടെ രാജാവായിട്ടുള്ള ജടായുവിന് ആത്മാവിന് സന്തോഷം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ജീവിയെ കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി പച്ചപ്പുല്ലിൽ ഇട്ട് കൊടുത്തപ്പോൾ ധാരാളം പക്ഷികൾ വന്ന് ഭക്ഷിക്കട്ടെ, അപ്പോൾ പക്ഷിരാജനായിട്ടുള്ള ജടായുവിൻ്റെ ആത്മാവിന് സന്തോഷമാവട്ടെ വെച്ചിട്ടാണ്. ഹേ ജടായോ എന്നിട്ട് സങ്കല്പിച്ചിട്ട് പറഞ്ഞു, ഹേ ജടായു എൻ്റെ ലോകത്തെ നീ വൈകുണ്ഠത്തെ നീ പ്രാപിച്ചാലും എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഈ രൂപത്തിനെ ഓർമ്മിച്ച് ഭജിച്ചോളൂ, എല്ലാ ലോകവാസികൾക്കും എല്ലാവരും എന്നെ സ്മരിച്ച് എന്നിൽ തന്നെ നീ ലയിക്കട്ടെ, ഇത് ഈ ലോകം മുഴുവൻ കാണട്ടെ. അതാണ് നീ ഈ ഞാനായിട്ട് തീരുന്നത് എല്ലാ ലോകവാസികളും നിൻ്റെ ഈ സാരൂപ്യം പ്രാപിക്കുകയാണ്, ഭഗവാൻ തന്നെ ആയി തീരുകയാണ്, ഭഗവാനെ ലയിക്കുകയാണ്. അപ്പോൾ സാരൂപ്യമുക്തി എല്ലാ ലോകവും കാണട്ടെ. അതായത് എന്നെ ആത്മാർത്ഥമായിട്ട് സേവിച്ചാൽ അവർക്ക് സാരൂപ്യമുക്തി ലഭിക്കുന്നുള്ളത് ഉറപ്പാണെന്ന് ലോകത്തിനെ മനസ്സിലാക്കാനാണെന്നാണ്. എല്ലാ ലോകവാസികളും മനസ്സിലാക്കട്ടെ, എന്നെ സേവിക്കുന്നത് കൊണ്ട് മുക്തി ലഭിക്കുമെന്ന് എല്ലാ ലോകവാസികളും ജടായുവിൽ കൂടി കണ്ടറിയട്ടെ എന്ന് പറഞ്ഞു ശ്രീരാമൻ. സ്നാത്വാ ദുഃഖേന രാമോപി ലക്ഷ്മണേന സമന്വിതാ ഹത്വാ വനേ മൃഗം തത്ര മാംസഖണ്ഡാൻ സമന്തത. അതൊരു അന്ത്യോപചാരം പോലെയാണ് ചെയ്തത് കേട്ടോ. ശാദ്വലേ പ്രാക്ഷിപദ്രാമ പൃഥഗേനേകഥ ഭക്ഷന്തു പക്ഷിണ സർവേ തൃപ്തോ ഭവതു പക്ഷിരാജാവേ ഇത്യുക്ത്വാ രാഘവ പ്രാഹ ജടായോ ഗച്ഛ മൽപദം മത്സാരൂപ്യം ഭജസ്വാദ്യ സർവലോകസ്യ പശ്ചത. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ജടായു മോക്ഷം പ്രാപിക്കുന്നത് കാണട്ടെ. ഇനി 3 ശ്ലോകമാണ് കേട്ടോ. തതോനന്തരമേവോസൗ ദിവ്യരൂപധര ശുഭ വിമാനവരമാരുഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ശംഖചക്രഗദാപത്മകിരീടവരഭൂഷണൈ ദ്യോതയൻ സ്വപ്രകാശേന പീതാംബരധരോമല ചതുർഭി പാർഷദൈർവിഷ്ണോസ്താദ്യശൈരഭിപൂജിത സ്തൂയമാനോ യോഗിഗണൈ രാമമാഭാഷ്യ സത്വരഃ കൃതാഞ്ജലിപുടോ ഭൂത്വാ തുഷ്ടാവരഘുനന്ദനം. എൻ്റെ ഒച്ച അടച്ചിട്ടുണ്ടോ കുറച്ചിട്ടോ, എന്താ വെച്ചാൽ മിനിഞ്ഞാന്ന് നാരായണീയം മുഴുവനെ വായിച്ചു, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കുറച്ച് ഒച്ച ഉടഞ്ഞെടുക്കുകയാണ്, അത് ക്ഷമിക്കണം. തതഃ അനന്തരം ഏവ അതിനുശേഷം ദിവ്യരൂപധര ശുഭ അസൗ, ആ ദിവ്യരൂപം അതായത് സാരൂപ്യം കിട്ടിയല്ലോ, അപ്പോൾ വിഷ്ണു രൂപം തന്നെ ധരിച്ചു. അതായത് ജടായു സാരൂപ്യമോക്ഷം കിട്ടി പറഞ്ഞാൽ ഭഗവാന്റെ രൂപം തന്നെയായി. ആ ദിവ്യരൂപത്തെ ധരിച്ച ഈ ജടായു ഭാസ്വരം ഭാനുസന്നിഭം വിമാനം വരം ആരുഹ്യ, നല്ല മിന്നിത്തിളങ്ങണ ഒരു വിമാനം വന്നു ജടായുവിനെ കൊണ്ടുപോകാൻ. അതിൽ കയറിയിട്ട് വിമാനവരം ആരുഹ്യ ശംഖചക്ര ഗദാ പത്മ കിരീടപരഭൂഷണൈ, ശംഖചക്രം ഗദാ പത്മം കിരീടം ആഭരണങ്ങൾ, അതുകൊണ്ട് അതൊക്കെ ഭഗവാനെ പോലെ തന്നെയാണ്. സാരൂപ്യം അതേ രൂപം
ഭഗവാന്റെ രൂപം കിട്ടി. അപ്പോൾ അതൊക്കെ ആയിട്ട് ദ്യോതയൻ അമലഹ പീതാംബര, നല്ല ശോഭിക്കുന്ന മഞ്ഞ പട്ട് ധരിച്ച് എല്ലാ ആഭരണങ്ങളും എല്ലാ ആയുധങ്ങളുമൊക്കെ ശരിക്കുള്ള മഹാവിഷ്ണുവിനെ പോലെ ആയിട്ട് താദൃശൈഹി വിഷ്ണു ചതുഭി പാർഷദൈ, അങ്ങനെ ഇരിക്കുന്ന 4 വിഷ്ണു പാർഷദന്മാർ വന്നു. അതായത് സാരൂപ്യം, വിഷ്ണു പാർഷദന്മാരൊക്കെ വിഷ്ണുവിനെ പോലെ തന്നെ കണ്ടായിരിക്കുക ഏകദേശം, അതാണ്. അപ്പം അങ്ങനെ വിഷ്ണുവിനെ പോലെയുള്ള 4 പാർഷദന്മാർ വന്ന് വിഷ്ണു രൂപം തന്നെ പൂണ്ടു കഴിഞ്ഞ് ജടായുവിനെ കൊണ്ടുപോവാണ്. അഭിപൂജിത, അവർ പൂജിച്ചു ജടായുവിനെ. യോഗിഗണൈഹി സ്തൂയമാന, യോഗീശ്വരന്മാരൊക്കെ സ്തുതിക്കപ്പെട്ടവനായിക്കൊണ്ട് സത്വരഹ കൃതാഞ്ജലിപുടാ ഭൂത്വ, നല്ലോണം വേഗം കൈ രണ്ടും കൂപ്പിയിട്ട് രഘുനന്ദനം രാമം ആഭാഷ്യ തുഷ്ടാവ, രഘുപതിയായ രാമനോട് ഇപ്രകാരം, രഘുപതിയായ രാഘവനെ ഇപ്രകാരം സ്തുതിച്ചു എന്നാണ് കേട്ടോ. തുഷ്ടാവ എന്നല്ലേ, തുഷ്ടാവ് രഘുനന്ദനം, അതായത് സ്തുതിച്ച് സന്തോഷിപ്പിച്ചു. അതോ എന്താ പറയണമെന്ന് വെച്ചാൽ ഇതിൽ, അതായത് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ സാരൂപ്യമോക്ഷം കിട്ടുന്നതിനെ വിസ്തരിച്ച് പറയുക. ഉടനെ തന്നെ, അതായത് സാരൂപ്യമോക്ഷം കൊടുത്തൂലോ, ഉടനെ തന്നെ ജടായു ദിവ്യസ്വരൂപിയായി തീർന്നു. ആ മംഗളസ്വരൂപനായിട്ടുള്ള ജടായു നല്ല ശോഭിക്കുന്ന എന്താണ്, വളരെ കണ്ടാൽ നല്ല ഭംഗിയുള്ള മിന്നിത്തിളങ്ങണ വിമാനത്തിൽ കയറിയിട്ട് ശംഖും ചക്രവും ഗദയും പത്മവും കിരീടവും ആഭരണങ്ങളും എല്ലാം അണിഞ്ഞ് ഈ സ്വന്തം ശരീരത്തിൻ്റെ കാന്തി കൊണ്ട് 4 ഭാഗവും ഇങ്ങനെ പ്രകാശമുണ്ട്, അതുപോലെ പ്രകാശിപ്പിച്ച് മഞ്ഞപ്പട്ട് ധരിച്ച് അതേപോലെ തന്നെ വേഷം കെട്ടിയിട്ടുള്ള 4 വിഷ്ണുദാസന്മാർ വന്ന് ജടായുവിനെ പൂജിച്ച് എല്ലാ യോഗീശ്വരന്മാരാലും സ്തുതിക്കപ്പെട്ടുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് ശ്രീരാമനെ ജടായു സ്തുതിച്ചു. ഇനി ജടായു സ്തുതിയാണ് ഉള്ളത്. ജടായു അതായത് വൈകുണ്ഠത്തിലേക്ക് പോണതിൻ്റെ മുമ്പേ ദിവ്യരൂപസ്വരൂപിയായിട്ട് ജടായു സ്തുതിക്കുകയാണ് കേട്ടോ. അതാണ് ഇനി അടുത്തത് കേട്ടോ. തതോനന്തരമേവാസൗ ദിവ്യരൂപധരശുഭ വിമാനവരമാരുഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ശംഖചക്രഗദാപത്മകിരീടവരഭൂഷണൈ ദ്യോതയൻ സ്വപ്രകാശേന പീതാംബരധരോമല ചതുർഭി പാർഷദൈർവിഷ്ണോസ്താദ്യശൈർ അഭിപൂജിത സ്തൂയമാനോ യോഗിഗണൈ രാമമാഭാഷ്യ സത്വരഃ കൃതാഞ്ജലിപുടോ ഭൂത്വ, അതായത് 2 കൈയും കൂപ്പി സ്തുതിക്കുകയാണ്. തുഷ്ടാവ രഘുനന്ദനം സ്തുതിച്ചു. ഇനി ജടായുവിൻ്റെ സ്തുതിയാണ്. ജടായു ഉവാച അഗണിതഗുണമപ്രമേയമാദ്യം സകല ജഗൽ സ്ഥിതി സംയമാദിഹേതും ഉപരമപരമം പരാത്മഭൂതം സതതമഹം പ്രണതോസ്മി രാമചന്ദ്രം. നല്ല വളരെ മനോഹരമായിട്ടുള്ള സ്തുതിയാണ്. അഗണിത ഗുണ, അതായത് ഗണിക്കപ്പെടാൻ സാധിക്കാത്ത ഗുണങ്ങളോടുകൂടിയവനും, അതായത് അത്ര ഗുണവാൻ. അപ്രമേയം, ഒരിക്കലും ഛേദിക്കാൻ കഴിയാത്തവനും. ആദ്യം ജനിച്ചവനും. സകല ജഗൽസ്ഥിതി സംയമാദിഹേതു, ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായവനും. ഉപരമപരമം, ഉപരമമാകുന്ന അങ്ങേയറ്റം ശോഭയോടുകൂടിയവനും. പരമാത്ഭുത പരമാത്മസ്വരൂപനും. രാമചന്ദ്രനെ അഹം സതതം പ്രണതഃ അസ്മി, ഞാൻ എപ്പോഴും പ്രണമിക്കുന്നു എന്ന്. എന്താ പറഞ്ഞത്? അതായത് എത്രയാന്ന് പറയാൻ സാധിക്കാത്ത അത്ര ഗുണങ്ങളോടുകൂടിയവനും. പിന്നെയോ അതാണ് അപ്രമേയം എന്താ വെച്ചാൽ ദേശം കാലം ദിക്ക് അതിനൊക്കെ അതീതൻ. ദേശകാലാവധിഭ്യം നിർമുക്തം എന്ന് മയപ്പത്തൂർ പറയുന്നില്ലേ, അതന്നെയാണ് അപ്രമേയം. അതായത് ലോകം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഉള്ളവനും ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനും പരമശാന്തിയാകുന്ന പരമശോഭയോടുകൂടിയവനും. അതാണ് ഉപരമമാകുന്ന പരമം എന്ന് പറഞ്ഞില്ലേ, പരമശാന്തിയാകുന്ന പരമശോഭയോടുകൂടിയവനും പരമാത്മാവുമായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. നമുക്ക് ബൈഹാർട്ടാക്കി ദിവസേന ചെല്ലാൻ വളരെ നല്ലതാണ് ജടായുസ്തുതി. ഇത്ര നല്ലതല്ലേ?
അപ്പോൾ 44 വായിക്കാം, എന്നിട്ട് നമുക്ക് 45 പോവാം കേട്ടോ. അഗണിത ഗുണമപ്രമേയമാദ്യം സകല ജഗൽ സ്ഥിതി സംയമാദിഹേതും ഉപരമ പരമം പരാത്മഭൂതം സതതമഹം പ്രണതോസ്മി രാമചന്ദ്രം. ഇനി 45. നിരവധി സുഖമിന്ദിരാ കടാക്ഷം ക്ഷപിതസുരേന്ദ്രചതുർമുഖാദിദുഃഖം നരവരമനിശം നതോസ്മി രാമം വരദമഹം വരചാപബാണഹസ്തം. ഇനി ഒരു ശ്ലോകം കൂടി ഒന്നിച്ചാണ് കേട്ടോ. ത്രിഭുവന കമനീയ രൂപമീഡ്യം രവിശതഭാസുരമീഹിതപ്രധാനം ശരണദമനിശം സുരാഗമൂലേ കൃതനിലയം രഘുനന്ദനം പ്രപദ്യേ. ഭീഷ്മസ്തുതി ഓർമ്മ വരും ഇത് വായിക്കുമ്പോൾ, അല്ലേ? അതുപോലെ ഒരു വ്യാസഭഗവാൻ തന്നെയാണല്ലോ ഭീഷ്മസ്തുതി എഴുതിയത്, അതുകൊണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. നിരവധി സുഖം എന്നാൽ എന്താ? ഒരു കണക്കില്ലാത്ത, അവധിയില്ലാത്ത സുഖം, ലിമിറ്റില്ലാത്ത സുഖത്തോടു കൂടിയവനും ഇന്ദിരാ കടാക്ഷം, ലക്ഷ്മി ദേവി എപ്പോഴും കടാക്ഷിക്കൊണ്ടിരിക്കുന്നവനും, അല്ലേ? ലക്ഷ്മിദേവിയുടെ കടാക്ഷത്തിന് അർഹനായവനും ക്ഷപിത സുരേന്ദ്ര ചതുർമുഖാദി ദുഃഖം, ദേവേന്ദ്രൻ ബ്രഹ്മാവ് മുതലായവരുടെ കൂടി ദുഃഖത്തെ നശിപ്പിക്കുന്നവനും നരം വരം, മനുഷ്യനായിട്ട് ജനിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനും, പറയാല്ലോ, വരദം, വരദാനം ചെയ്യുന്നവനും വര ചാപബാണഹസ്തം, ഹസ്തങ്ങളിൽ വളരെ കേമായിട്ടുള്ള ബാണം, ഇവിടുത്തെ വരം എന്നുള്ളത് എന്താ വെച്ചാൽ ഉത്കൃഷ്ടമായിട്ടുള്ള ചാപവും ബാണവും ധരിച്ച അവനും ത്രിഭുവന കമനീയ രൂപം, 3 ലോകങ്ങളിൽ വെച്ച് കമനീയമായ രൂപത്തോടു കൂടിയവനും ഈഡ്യ, എന്തുകൊണ്ടും സ്തുതിക്കപ്പെടുവാൻ യോഗ്യനും രവിശതഭാസുരം, 100 സൂര്യന്മാരുടെ പ്രകാശം ഉള്ളവനും ഈഹിതപ്രധാനം, അതായത് നമുക്കുള്ള ആഗ്രഹങ്ങളെ മുഴുവൻ സാധിപ്പിക്കുന്നവനും അഭീഷ്ടങ്ങളെ ശരണദം, എപ്പോഴും എല്ലാവർക്കും ശരണം നൽകുന്നവനും സുരാഗമൂലേ കൃതനിലയം, അതായത് ഭക്തിയുടെ ആ ശോഭനമായ രാഗത്തിൻ്റെ പരിശുദ്ധിയുടെ അല്ലെങ്കിൽ ഭക്തിയുടെ മൂലത്തിൽ, അതായത് അടിയിൽ, മീൻസ് മനസ്സിൽ വസിക്കുന്നവനും, അതായത് ഭക്തന്മാരുടെ മുഴുവൻ മനസ്സിൽ വസിക്കുന്നവനും രഘുനന്ദനം രാമം, രഘുകുലത്തെ ആനന്ദിപ്പിക്കുന്നവനുമായിട്ടുള്ള രാമനെ അഹം പ്രപദ്യേ, ഞാൻ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ ശരണാഗതി അടയുന്നു. എന്താ പറഞ്ഞ വെച്ചാൽ, അതായത് രാജാവാണല്ലോ ശരിക്കും, ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വന്നല്ലേ. ആ രാമൻ സാധാരണ മനുഷ്യനല്ല എന്ന് പറയണ സ്തുതിയിൽ ജടായു. എന്താ അറിയോ? ബ്രഹ്മാദി ദേവന്മാരിൽ, അതായത് ആനന്ദത്തിന് അവധിയില്ല, അതായത് ലിമിറ്റില്ലാത്ത ആനന്ദന. ബ്രഹ്മാദി ദേവന്മാരിലുള്ള ആനന്ദത്തിന് ഒരു ലിമിറ്റുണ്ടേ. ഭഗവാൻ സച്ചിദാനന്ദൻ തന്നെ സ്വരൂപം പോകേണ്ടതാണ്, അപ്പം അതിന് ലിമിറ്റില്ല. ബാക്കി ദേവന്മാരുടെ ആനന്ദത്തിന്, അവർ തരുന്ന ആനന്ദത്തിനും ലിമിറ്റുണ്ട്. പക്ഷേ ഭഗവാൻ ആനന്ദ സ്വരൂപിയാണ്, അതാണ് പറയണത്. അവധിയില്ലാത്ത ആനന്ദത്തോടു കൂടിയവനും, പിന്നെയോ ആനന്ദം, അതായത് ആനന്ദം തന്നെ സ്വരൂപം പൂണ്ടവനും, ആനന്ദസ്വരൂപനായ ബ്രഹ്മം തന്നെയായ രാമനും, ആനന്ദമൂർത്തിയായ ഈ രാമൻ്റെ ആനന്ദം കൊണ്ട് ബ്രഹ്മാദി ദേവന്മാരെന്ന് മാത്രമല്ല ഗന്ധർവന്മാരും ബാക്കി ദേവന്മാരും മനുഷ്യന്മാരും ഒക്കെ ആനന്ദിക്കുന്നുണ്ട്. അതാണ്, അത്ര എന്നും സച്ചിദാനന്ദം നൽകുന്നവനാണ്. അങ്ങനെ ഇരിക്കുന്ന രാമൻ്റെ ആ ആനന്ദസ്വരൂപം, ആ അവധിയില്ലാത്ത ആനന്ദസ്വരൂപൻ മാത്രമല്ല മഹാലക്ഷ്മിയുടെ കടാക്ഷത്തിൻ്റെ ഇരിപ്പിടാണ് രാമൻ, നമുക്ക് പറയാൻ വേണമെങ്കിൽ, അല്ലേ? അതായത് പിന്നെയോ അതാത് ദുഃഖങ്ങൾ വരുമ്പോൾ ദേവേന്ദ്രനും ബ്രഹ്മാവ് മുതലായിട്ടുള്ള എല്ലാ ദേവന്മാരും ആരെയാണ് ഭജിക്കുക? ഭഗവാനെ. ആ ഭഗവാൻ തന്നെയാണ് അവരുടെ ദുഃഖങ്ങളെയൊക്കെ തീർത്ത് അനുഗ്രഹിക്കുന്ന ആളും ഭഗവാൻ തന്നെ. ഈ
അതായത് ഈ ഉത്കൃഷ്ട മനുഷ്യ സ്വരൂപത്തെ ധരിച്ചിരിക്കണ ഈ ശ്രീരാമൻ തന്നെയാണ് ബാക്കി ദേവന്മാരുടെ എല്ലാം ദുഃഖങ്ങളെ തീർത്ത് അനുഗ്രഹിക്കുന്നത്. മാത്രമല്ല ഭക്തന്മാർ ആഗ്രഹിക്കുന്ന വരങ്ങളെ മുഴുവൻ നൽകുന്നവനാണ്. കൈകളിൽ അമ്പും വില്ലും ധരിച്ചിരിക്കുന്നവൻ. പിന്നെയോ 3 ലോകത്തിലുള്ളവരെയും അതിശയിപ്പിക്കുന്ന സൗന്ദര്യമുള്ള 100 സൂര്യന്മാരെ ഒന്നിച്ചുദിച്ചാലിച്ച അത്ര ശോഭയുള്ള ആളാണ്. സർവാഭീഷ്ടങ്ങളെ പ്രദാനം ചെയ്യുന്നവനാണ്. സർവ ആപത്തുകളെയും തീർത്ത് രക്ഷിക്കുന്നവനാണ്. പരിശുദ്ധ ഭക്തിയുള്ള ഭക്തന്മാരുടെ ഹൃദയത്തിൽ എപ്പോഴും വിളങ്ങുന്നവനാണ്. ഇങ്ങനെയൊക്കെയുള്ള ശ്രീരാമചന്ദ്രനെ ഞാനിതാ എപ്പോഴും നമസ്കരിക്കുകയും സർവാത്മന ശ്രീരാമനെ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. എന്താ അറിയോ, ഇവിടെ സുരാഗമൂലം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ശരിക്കും അർത്ഥം എന്താ വെച്ചാൽ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വസിക്കുന്ന ഭഗവാൻ എന്നാണ് അർത്ഥം. അതായത് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വസിക്കുന്ന ഭഗവാനാണെങ്കിൽ അഭീഷ്ടങ്ങൾ മുഴുവൻ സാധിപ്പിക്കുമല്ലോ. അതാണ് സുരാഗമൂലം എന്ന് പറഞ്ഞത്. അതായത് ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതെന്ന് ഇവിടെ ശരിക്കും അർത്ഥം എടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ അങ്ങനെയും പറയാമെന്ന് പറയാം. ഇനി നമുക്ക് അപ്പോൾ അതാണ് ഈ ആനന്ദം തന്നെ സ്വരൂപം കൊണ്ട ഭഗവാനെ നമസ്കരിക്കുകയാണ് ഇതിൽ ചെയ്തത് അല്ലേ. എല്ലാവർക്കും ആശ്രയമായിട്ടുള്ള ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പം നമുക്ക് 45-46 ചെന്ന് നിർത്താം. നിരവധി സുഖം ഇന്ദിരാകടാക്ഷം ക്ഷപിത സുരേന്ദ്ര ചതുർമുഖാതിദുഃഖം നരവരമനിശം നതോസ്മി രാമം വരദമഹം വരചാപബാണഹസ്തം ത്രിഭുവന കമനീയ രൂപമീഡ്യം രവിശതഭാസുര മീഹിത പ്രദാനം ശരണദമനിശം സുരാഗമൂലേ കൃതനിലയം രഘുനന്ദനം പ്രപദ്യേ. കഴിഞ്ഞിട്ടില്ല കേട്ടോ ശ്രുതി. നമുക്ക് 50ാമത്തെ ശ്ലോകം നാളെ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.